നടൻ ദുൽഖർ സൽമാന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നോട്ടീസ്. പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. പത്തനംതിട്ട വള്ളിക്കോട് സ്വദേശി പി എൻ ജയരാജൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് കമ്മീഷൻ നോട്ടീസ്. റോസ് ബ്രാൻഡ് ബിരിയാണി അരിയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയുണ്ടായതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് നടപടി. ശശി നാരായണൻ ചേർന്നു. ശശി, വിവരങ്ങൾ എന്താണ്? ഇതുമായി പരസ്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും ചലച്ചിത്ര താരങ്ങൾക്കെതിരെ ഈ തരത്തിലുള്ള ഹർജികൾ ഉണ്ടായിട്ടുണ്ട്. ഏത് തരത്തിലാണ് കണക്കാക്കുന്നത്? അപർണ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം റോസ് ബ്രാൻഡ് ബിരിയാണി റൈസിന്റെ മാനേജിംഗ് ഡയറക്ടറും ഒപ്പം ബ്രാൻഡ് അംബാസിഡറുമായ ദുൽഖർ സൽമാൻ ഈ വരുന്ന ഡിസംബർ 3-ാം തീയതിയാണ് പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുള്ളത്. പ്രധാനമായും പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് പത്തനംതിട്ട വള്ളിക്കോട് സ്വദേശിയായ ജയരാജ് നൽകിയ പരാതിയിലാണ് ഈ ദുൽഖർ സൽമാനെ ഇപ്പോൾ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഹാജരാവാൻ നോട്ടീസ് അയച്ചിട്ടുള്ളത്. അതിന് പ്രധാനമായും ഈ റോസ് ബ്രാൻഡ് ബിരിയാണി അരി വാങ്ങി അത് വിവാഹത്തിന് വേണ്ടി ഒരു സദ്യ ഒരുക്കുന്ന കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആളാണ് ഈ ജയരാജ്. അങ്ങനെ ആ കാറ്ററിംഗ് സർവീസ് സദ്യ നടത്തിയ സമയത്ത് ഈ റോസ് ബ്രാൻഡ് ബിരിയാണി വെച്ചാണ് അരി വെച്ചാണ് ബിരിയാണി വെച്ചത്. പക്ഷേ അത് ഭക്ഷ്യവിഷബാധ ഉണ്ടാവുകയും അതിൽ വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്തു. അതിന് പ്രകാരം ഈ കാറ്ററിംഗ് സർവീസുകാരനായ ജയരാജിനെതിരെ ആ വീട്ടുകാർ ഭക്ഷ്യവകുപ്പിന് പരാതി നൽകുകയും അദ്ദേഹത്തിന് അത്തരത്തിലൊരു നഷ്ടപരിഹാരമൊക്കെ നൽകേണ്ടതായി വന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനെതിരെ ഒരു പരാതിയായി വന്നിരിക്കുന്നത്. കാരണം ഈ റോസ് ബ്രാൻഡ് ബിരിയാണിയുടെ പരസ്യത്തിലും അപ്പോൾ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിന്റെ ഈ ഒരു സെലിബ്രിറ്റിയായ അദ്ദേഹത്തിന്റെ പരസ്യം കണ്ടാണ് പലപ്പോഴും ഇത്തരം ആളുകൾ ഇത്തരം സാധനങ്ങളൊക്കെ പലപ്പോഴും വാങ്ങുന്നത്. അതിന് കാരണക്കാരനായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ നടനെ കൂടി ഇതിനകത്ത് പരാതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും 2-ാം പ്രതി എന്ന നിലയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. മാനേജിംഗ് ഡയറക്ടറാണ് 1-ാം പ്രതി. എന്തായാലും ദുൽഖറിനെ 2-ാം പ്രതിയായി ചേർത്താണ് ഈ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഇപ്പോൾ പരാതിയായിട്ട് നൽകിയിട്ടുണ്ട്. എന്തായാലും വരുന്ന ഡിസംബർ 3-ാം തീയതിയാണ് പത്തനംതിട്ടയിൽ ഹാജരാകാൻ രണ്ടുപേർക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ കൂടി ഈ പരാതിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടിയിലേക്കായിരിക്കും ഈ രണ്ടുപേരും ഇവിടെ എത്തണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശശി.